ഇത്ര കാലമായി ലോകം ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ഒന്നല്ലേ ഈ കരാർ? പശ്ചിമേഷ്യ കരാർ, ഇറാൻ അമേരിക്ക കരാർ എന്നതിനേക്കാൾ കുറച്ചുകൂടെ സമഗ്രമായ രീതിയിലുള്ള ഒരു ശാശ്വതമായ സമാധാന കരാർ. അതിലൂടെ അല്ലാതെ എങ്ങനെ സമാധാനം കൊണ്ടുവരാനാവും? ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ. വെടിനിർത്തൽ കരാർ യുദ്ധവിരാമ കരാറായി മാറ്റിയെടുക്കാനാവുമോ? അതാണ് ചോദ്യം. ഇറാൻ എക്കാലത്തും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, വെടിനിർത്തൽ അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. അടുത്ത വെടി തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ബ്രീതിങ് സ്പേസ്, ഇടക്കാലം മാത്രമാണ് വെടിനിർത്തൽ. തങ്ങൾക്കതിൽ വിശ്വാസമില്ല. തങ്ങൾക്ക് വേണ്ടത് പൂർണ്ണമായ യുദ്ധവിരാമമാണ്. അടുത്ത വർഷം വീണ്ടും ഇതേ കലാപരിപാടി ആവർത്തിക്കാൻ ഇടവരരുത്. എന്തെങ്കിലും ആകാംക്ഷകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കണം. അപ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് എന്ത്? ആദ്യം സംസാരിക്കേണ്ടത് ആണവ വിഷയമാണ് എന്നായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അമേരിക്ക കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി പെരുമാറുന്നു എന്നാണ് എൻ്റെ ചിന്ത. ഇപ്പോൾ വേണ്ടത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക. അപ്പോൾ അതിന് വേണ്ടത് എന്താ? ഉപരോധം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതിനിടയിലാണ് ഒരു ഫ്രീഡം, ഓപ്പറേഷൻ ഫ്രീഡം എന്ന രീതിയിൽ നിർബന്ധപൂർവം ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് അകമ്പടിയായി അമേരിക്കയുടെ പടക്കപ്പലുകൾ പോകുന്ന ഒരു പദ്ധതി. അത് 2 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. ഇറാൻ്റെ ഒരു ഓയിൽ ടാങ്കറിനെതിരെ കഴിഞ്ഞ ദിവസം അതിശക്തമായ അമേരിക്കൻ ആക്രമണമുണ്ടായി. അതിൽ പങ്കെടുത്ത ഗൺബോട്ടുകൾ അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സ്, അതിനെതിരെ ഇറാൻ്റെ ഗൺബോട്ടുകളും ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളും ഡ്രോണുകളും ആക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഇത് വെടിനിർത്തൽ ലംഘനമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗത്തും വെടിനിർത്തൽ ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരു സാങ്കേതികമായ അർത്ഥത്തിൽ വെടിനിർത്തൽ തുടരുന്നു എന്ന് പറയുമ്പോഴും വെടിയൊച്ചകൾ പലയിടത്തും മുഴങ്ങുന്നു. ഇറാൻ്റെ ടെഹ്റാൻ ഉൾപ്പെടെ 3 പ്രദേശങ്ങളിലാണ്, 2 ദ്വീപുകളിലും ടെഹ്റാനിലും കഴിഞ്ഞ രാത്രിയിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കൻ അറ്റാക്ക് എഗൻസ്റ്റ് ഇറാൻ. അപ്പോൾ ഒരു വശത്ത് വെടിനിർത്തൽ ഉണ്ടായെന്ന് പറയുന്നു, വെടിനിർത്തൽ തുടരുന്നു എന്ന് പറയുന്നു, മറുഭാഗത്തെ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. എങ്ങനെ ഒരു സമാധാന കരാർ ഉണ്ടാവും? ഇവിടെയാണ് യഥാർത്ഥത്തിൽ മാറി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന സമാധാന പ്രക്രിയയുടെ അജണ്ട പോലും പൂർണ്ണമായി നമുക്കറിയില്ല. 14 ഇനം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു, ഇറാൻ 9 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശമെങ്കിലും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതായി വിവരമില്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് അന്തിമ കരാറിലേക്ക് എത്തുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. പക്ഷേ അന്തിമ കരാറിലേക്ക് എത്തണമെങ്കിൽ ഘട്ടം ഘട്ടമായി ഓരോ സ്റ്റേജ് കടന്നു പോകണം. ഇപ്പോഴത്തെ ആദ്യ ഘട്ടം എന്താണ്? യുദ്ധത്തിന് മുൻപില്ലാതിരുന്ന ഒരു സംഘർഷം ഇപ്പോൾ ഹോർമൂസിലുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഡബിൾ പൂട്ടിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ഫലത്തിൽ ഹോർമൂസ് ഉപരോധം തന്നെയാണ്. ഹോർമൂസിലൂടെ വരുന്ന എല്ലാ കപ്പലുകളെയും തടയുന്ന ഇറാൻ്റെ പ്രവൃത്തി കൃത്യമായി ഉപരോധം തന്നെയാണ്. ഈ 2 ഉപരോധങ്ങളും സമാന്തരമായി തന്നെ നടക്കുന്നു. അത് ഒരേപോലെ തന്നെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് തന്നെ പിൻവലിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ കപ്പലുകൾക്ക് പുറത്തേക്ക് പോയി എണ്ണ വിൽക്കാനുള്ള അനുവാദം ഉണ്ടാവണം. അതില്ല എങ്കിൽ ഒരു പുകയുന്ന അഗ്നിപർവ്വതമായി മാറും. പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഇറാൻ. നോക്കൂ, ഇറാൻ്റെ എണ്ണപ്പടക്കം. ഇപ്പം അമേരിക്ക പറയുന്ന ഇതാണ്, നാവിക ഉപരോധത്തിലൂടെ തങ്ങൾ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കും, ഇറാൻ്റെ എണ്ണ ഉത്പാദനത്തെ വല്ലാതെ സ്ക്വീസ് ചെയ്യും, ഇറാൻ ഒട്ടും പണമില്ലാതെയാകും, അങ്ങനെ ഇറാൻ വഴിയെ വരും. ഇത് പൂർണ്ണമായി വിശ്വാസയോഗ്യമായ കാര്യമൊന്നുമല്ല. ഈ ട്രംപ് ഈ യുദ്ധം നിർത്താൻ, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ പോരാട്ടം നിർത്താൻ വേണ്ടി ടാരിഫ് എന്ന വാളെടുത്തങ്ങ് വീശിയപ്പോൾ ഇന്ത്യ അങ്ങോട്ട് പേടിച്ചു, യുദ്ധം അങ്ങോട്ട് നിർത്തി. പാകിസ്ഥാൻ വല്ലാതെ അങ്ങ് ഭയപ്പെട്ടു, യുദ്ധം നിർത്തി എന്ന് പറയുന്നത് പോലെയുള്ള ലളിത യുക്തിയല്ലേ സാമ്പത്തികമായി ഞെരുക്കുന്നതിലൂടെ മാത്രം ഇറാനെ കൊമ്പ് കുത്തിക്കാമെന്ന് പറയുന്നത്? അത് പല കാര്യങ്ങളൊന്നു മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ്റെ എണ്ണ സംഭരണ ശേഷി 100% ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. എണ്ണക്കിണറുകൾക്ക് പ്രത്യേകതയുണ്ട്. എണ്ണക്കിണറുകളിൽ നിന്നും നിരന്തരം ഉത്പാദനം ഉണ്ടായി. ഒന്നുകിൽ അത് കത്തിച്ചു കളയുക, അല്ലെങ്കിൽ അത് ഉത്പാദിപ്പിച്ച ക്രൂഡ് ഓയിൽ ശേഖരിച്ചു വയ്ക്കുക വലിയ ടാങ്കുകളിൽ, ഭൂഗർഭ അറകളിൽ, അല്ലെങ്കിൽ ഓവർഹെഡ് ടാങ്കുകളിൽ. അതുമല്ല എങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന എണ്ണ കപ്പലുകളിലേക്ക് അത് പമ്പ് ചെയ്ത് കയറ്റി സുരക്ഷിതമായി സൂക്ഷിച്ചില്ല എങ്കിൽ എവിടോട്ട് ഒഴുക്കിക്കളയും?
തറയിലേക്ക് ഒഴുക്കാൻ പറ്റുമോ, കടലിലേക്ക് ഒഴുക്കിക്കളയാൻ പറ്റുമോ, അതുപോലും ഇറാൻ ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ വരുന്നു. ഖാർഗ് ദ്വീപിന് ചുറ്റുപാടും ഒരു വലിയ കറുത്ത പാട കാണുന്നുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ എണ്ണ കവിഞ്ഞൊഴുകിയോ കടലിലേക്ക് പമ്പ് ചെയ്ത് മാറ്റുകയോ, ഈ കടലിലെ റിഗുകളിലൊക്കെ പമ്പ് ചെയ്തെടുത്തില്ല എങ്കിൽ അടിയിൽ കിടക്കുന്ന എണ്ണ അല്ല എങ്കിൽ അത് ബ്ലോക്ക്ഡായി പോകും. പിന്നെ ആ ഒരു എണ്ണപ്പാടം ഉപയോഗശൂന്യമായി മാറും. അതുകൊണ്ട് നിരന്തരം ആ മർദ്ദത്തിൽ നിന്നും ഇത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വന്നേ പറ്റൂ. അമേരിക്ക അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സമ്മർദ്ദം മുറുകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരി ഉപരോധം അവസാനിപ്പിച്ച് ഇറാൻ്റെ എണ്ണ വിൽക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറാൻ വഴിയേ വരും എന്ന ചിന്തയാണ് അമേരിക്കയ്ക്ക്. പക്ഷേ ഇറാൻ മറ്റൊന്നാണ് പറയാനുള്ളത്. തങ്ങൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും, തങ്ങളുടെ എണ്ണ വിൽക്കാനാവാതെ വല്ലാതെ ബുദ്ധിമുട്ടിയാലും ശരി, തങ്ങൾ മറ്റൊരു സിവിലൈസേഷൻ്റെ തീട്ടൂരങ്ങൾക്ക് വിധേയപ്പെടില്ല എന്ന കഠിനമായ തീരുമാനത്തിലാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കണം യഥാർത്ഥത്തിൽ ചിന്ത പോകേണ്ടത്. നോക്കൂ, എണ്ണയുടെ മേലുള്ള പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്നതാണ് ഇതിൻ്റെ ഗൂഢപദ്ധതി. ഈ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള എണ്ണയുടെ കച്ചവടം എല്ലാ കാലത്തും ദുർഘടമായിരുന്നാൽ രാജ്യങ്ങൾ മറ്റ് സ്രോതസ്സുകൾ തേടിപ്പോകുന്നതിൽ ഒരു സ്രോതസ് അമേരിക്ക തന്നെയാണ്. അതറിയാമല്ലോ, അമേരിക്ക കച്ചവട രാജ്യമാണ്. എണ്ണ ഉത്പാദനം ഇത്രയും കാലം വേണ്ട, തങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം മതിയാകും, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ചീപ്പായി ഗൾഫിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് തങ്ങൾ വാങ്ങിക്കൊള്ളാം. ഇപ്പോഴങ്ങനെയല്ല. ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് ട്രംപ് പറയുന്നത്. കുഴിച്ചെടുക്കൂ, നമ്മുടെ കയ്യിൽ എണ്ണയുണ്ട്, നമ്മുടെ കയ്യിൽ ഷെയിലുണ്ട്, അത് എവിടെ നിന്നെല്ലാം കുഴിച്ചെടുക്കൂ. മറ്റുള്ളിടത്തെ എണ്ണ ബ്ലോക്ക്ഡ് ആണെങ്കിൽ മാത്രമേ തങ്ങളുടെ എണ്ണ ലോകം ഉപയോഗിക്കൂ എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ്, ഗൂഢചിന്തയാണ് അതെന്നുകൊണ്ടാണ് അമേരിക്ക ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ടത് അമേരിക്കയുടെ കൂടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അല്ല. അമേരിക്കയുടെ മേൽ യൂറോപ്യൻ യൂണിയന് സമ്മർദ്ദമുണ്ട്, ഇറാൻ്റെ ഒരു താല്പര്യം അതിനകത്തുണ്ട്. അതിന് ഇറാൻ്റെ താല്പര്യത്തിൽ നിൽക്കണമല്ലോ, അങ്ങനെയാണല്ലോ അമേരിക്കയ്ക്ക് യുദ്ധം ജയിക്കാനാവൂ. അതുപോലെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടില്ല. പക്ഷേ മുൻപുണ്ടായ പോലെയുള്ള തീവ്രമായ ആക്രമണം ഉണ്ടായില്ല. ഇതിനിടയിലാണ് UAE-ക്കെതിരെ ഇറാനിൽ നിന്നും നിരന്തരം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നിരന്തരം UAE-യുടെ നഗരങ്ങളിലേക്ക്, പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ടാർഗറ്റഡ് അറ്റാക്ക് ഉണ്ടായി ഇറാനിൽ നിന്നും. ഇതിനാര് മറുപടി പറയും? UAE ഒരു രീതിയിലും ഇറാനെ ആക്രമിക്കാൻ നോക്കിയിട്ടില്ല. UAE-യുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനപരമായ പ്രസ്താവനകളും ഉണ്ടായില്ല. അവരാകപ്പാടെ ഒപ്പക്കിൽ നിന്ന് പിന്മാറി വേറൊരു പന്ഥാവ് വെട്ടിത്തുറന്നു. ഒരുപക്ഷെ ഉപരോധം മറികടക്കാൻ തക്ക രീതിയിൽ എണ്ണയുടെ വിതരണവുമായി UAE മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് ഇറാന് സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഇറാൻ UAE അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ, മേഖലാ സമാധാനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും വെടിനിർത്തൽ എന്നതിൽ നിന്നും യുദ്ധവിരാമം എന്നതിലേക്ക് ചർച്ച പോകണം. യുദ്ധവിരാമത്തിൽ നിന്നും ആത്യന്തിക സമാധാനം എന്ന നിലയിലേക്ക് ആണവ വിഷയത്തിലുൾപ്പെടെ, മിസൈൽ വിഷയത്തിലുൾപ്പെടെ കടും പിടുത്തം അമേരിക്ക ഉപേക്ഷിച്ചേ പറ്റൂ. ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകട്ടെ, ആണവായുധങ്ങൾ ഉണ്ടാക്കാതെ നോക്കിയാൽ മതിയല്ലോ. മിസൈൽ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകട്ടെ, അത് മറ്റു രാജ്യങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് നോക്കിയാൽ മതിയല്ലോ. അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടല്ലോ, സാറ്റലൈറ്റ് സപ്പോർട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു യുദ്ധമൊന്നിനുമുള്ള പരിഹാരമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമാധാനം അകലെയല്ല എന്ന തോന്നൽ ഇപ്പോൾ സജീവമാണ്. ആ തോന്നൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.